Good afternoon. I'm Akshaya. I had an All India rank of 2627 in the year 2020, and now I'm doing third year MBBS in AIMS Nagpur. Today we'll be continuing with the part 2 of the chapter Molecular Basis of Inheritance. നമ്മൾ ഇന്നലെ എന്തൊക്കെ കണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് വിൽ ഗെറ്റ് ഇൻ ടു ടുഡേസ് ടോപ്പിക്. ആദ്യം നമ്മൾ DNA RNA എന്താണ് പോളിന്യൂക്ലിയോടൈഡ്സ് ആണെന്ന് കണ്ടു. ആൻഡ് ഓരോ ഓർഗാനിസത്തിൽ എത്ര നമ്പർ ഓഫ് ബേസ് പെയർസ് ഓർ ന്യൂക്ലിയോടൈഡ്സ് ഓർ കണ്ടന്റ് ഓഫ് ഹ്യൂമൻ DNA എത്രയുണ്ടെന്ന് നമ്മൾ കണ്ടു, പഠിച്ചു. ആൻഡ് പോളിന്യൂക്ലിയോടൈഡ് ചെയിനിന്റെ ഫോർമേഷൻ പഠിച്ചു, വിത്ത് ഏതൊക്കെ ബോൺസ് ആണ് എവിടെയൊക്കെ. ആൻഡ് ഇത് നമ്മുടെ പോളിന്യൂക്ലിയോടൈഡ് ചെയിനിന്റെ ബാക്ക് ബോൺ ആണ് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റും. ആൻഡ് അതിൽ നിന്ന് പ്രൊജക്ട് ചെയ്യുന്ന മോളിക്യൂൾസ് ആണ് എന്ത്, നൈട്രജൻ ബേസിസും. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ ഡബിൾ ഹെലിക്സ് മോഡൽ എങ്ങനെയാന്ന് കണ്ടു. ആൻഡ് ആ പ്രൊപ്പോസൽ ഓഫ് ഡബിൾ ഹെലിക്സ് മോഡലിൽ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് DNA എന്തൊക്കെയാണ്, ആൻഡ് അവര് ആ പോളിന്യൂക്ലിയോടൈഡ് ചെയിനിൽ എങ്ങനെയാണ് അലൈൻ ചെയ്തിരിക്കുന്നതെന്ന് കണ്ടു. ആൻഡ് അതിലത്തെ അഡനിൻ, തൈമിൻ ആൻഡ് ഗ്വാനിൻ, സൈറ്റോസിൻ ഇത്രയും സാധനങ്ങളുടെ അലൈൻമെന്റ് എങ്ങനെയാണ്, ബോണ്ടിങ് എങ്ങനെയാണ്, ഏത് ബോണ്ടാണെന്ന് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് നമ്മുടെ ഫ്രാൻസിസ് ക്രിക്ക് പ്രൊപ്പോസ് ചെയ്ത സെൻട്രൽ ഡോഗ്മ ഇൻ ദ മോളിക്യുലർ ബയോളജി. അത് ജസ്റ്റ് എങ്ങനെയാണ് DNA mRNA ഉണ്ടാവുന്നു, ആൻഡ് mRNA പ്രോട്ടീൻ, ഈ രീതിയിലാണ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് അടുത്ത ടോപ്പിക് നമ്മൾ പഠിച്ചത് പാക്കേജിംഗ് ഓഫ് DNA ഹെലിക്സ്, ന്യൂക്ലിയോസോം എന്താണ്, ന്യൂക്ലിയോയിഡ് എന്താണ്, ആൻഡ് ഈ രണ്ട് സാധനത്തിനോടും ന്യൂക്ലിയൻ കൺഫ്യൂസ്ഡ് ആവരുതെന്ന് പറഞ്ഞു. ആൻഡ് അത് കഴിഞ്ഞ് സെർച്ച് ഫോർ ജനറ്റിക് മെറ്റീരിയൽ, അതിലാദ്യം ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ബൈ ഫ്രെഡറിക് ഗ്രിഫിത്ത് ഇൻ ദ ഇയർ 1928. ആൻഡ് എങ്ങനെ ചെയ്തു അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് തീരുമാനമായി. പക്ഷെ അതിന്റെ ബയോകെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചത് ആരുടെ, മക്ലിയോഡ്, ഏവറി ആൻഡ് മെക്കാർട്ടിയുടെ എക്സ്പെരിമെന്റ് വെച്ചായിരുന്നു. ആൻഡ് ഫൈനലി നമുക്ക് മനസ്സിലായി എന്ത്, ജനറ്റിക് മെറ്റീരിയൽ ഇസ് DNA. ഇനി ജനറ്റിക് മെറ്റീരിയൽ ഇസ് DNA എന്ന് അവർ ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ വെച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. പക്ഷെ ഇത് അൺഇക്വിവോക്കൽ പ്രൂഫ് ഓഫ് DNA ആസ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് വെച്ചാൽ തർക്കം ഇല്ലാത്ത രീതിയിൽ എങ്ങനെ പ്രൂവ് ചെയ്തു DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന്. അത് ആരുടെ എക്സ്പെരിമെന്റ് ആണ് പ്രൂവ് ചെയ്തത്? ഈ ടേം തന്നെയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. അൺഇക്വിവോക്കൽ പ്രൂഫ് ആരാണ് കൊടുത്തത്? ആൻഡ് ആരുടെ എക്സ്പെരിമെന്റ് ആണ്? ആൽഫ്രഡ് ഹെർഷി ആൻഡ് മാർത്ത ചേസ്. ആൻഡ് ഇയറും ഇമ്പോർട്ടന്റ് ആണ്. ഇൻ ദ ഇയർ 1952 ഈ എക്സ്പെരിമെന്റ് ആര്, ഹെർഷി ആൻഡ് ചേസ് ചെയ്തത്. ഇത് കഴിഞ്ഞ് ഇവര് ഏതിലാണ് വർക്ക് ചെയ്തത് ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി? അതേതാണ്, ദേ വർക്ക്ഡ് വിത്ത് ദ വൈറസസ് ദാറ്റ് ഇൻഫെക്ട് ബാക്ടീരിയ. അതായത് അവർ ബാക്ടീരിയോഫേജിലാണ് വർക്ക് ചെയ്തത്. ഇനി ബാക്ടീരിയോഫേജ് എന്താണ്? ദ വൈറസസ് വിച്ച് ഇൻഫെക്ട് ബാക്ടീരിയ. ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിനെയാണ് ബാക്ടീരിയോഫേജസ് എന്ന് വിളിച്ചത്. ഇനി ബാക്ടീരിയോഫേജസ് എങ്ങനെയാണ് ഇൻഫെക്ട് ചെയ്യും ബാക്ടീരിയനെ? അപ്പോ നമുക്കറിയാം ഈ ബാക്ടീരിയോഫേജ് ഒരു ബാക്ടീരിയൽ സെല്ലെടുത്ത് ഈ ബാക്ടീരിയോഫേജ് അറ്റാച്ച് ചെയ്യും ഫസ്റ്റ്. എങ്ങനെ? ഈ ബാക്ടീരിയോഫേജ് ഇതിന് അറ്റാച്ച് ചെയ്ത് പതുക്കെ ഇതിൽ നിന്ന് ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ ബാക്ടീരിയൽ സെല്ലിൽ എൻറ്റർ ചെയ്യും. ആൻഡ് ബാക്ടീരിയൽ സെൽ എന്ത് വിചാരിക്കും? ഈ വന്ന ജനറ്റിക് മെറ്റീരിയൽ സ്വന്തം ജനറ്റിക് മെറ്റീരിയൽ ആണെന്ന് വിചാരിച്ച് അവരെ പതുക്കെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് കൂടുതൽ 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 ഉണ്ടാക്കാൻ തുടങ്ങും. എങ്ങനെ? ഈ ജനറ്റിക് മെറ്റീരിയൽ. ആൻഡ് അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ ബാക്ടീരിയൽ സെൽ ഇസ് മോർ contains more of the virus particles. Finally ഇതിനുള്ളിൽ വൈറൽ പാർട്ടിക്കിൾസ് നമ്പർ കൂടി വരാൻ തുടങ്ങും. ആൻഡ് നമ്മുടെ ഹെർഷി ആൻഡ് ചേസ് ചെയ്ത എന്താന്ന് വെച്ചാൽ അവർ ഡിസ്കവർ ചെയ്തു, അതായത് അവർ കൺഫേം ചെയ്തു വെദർ പ്രോട്ടീൻ ആണോ, നമ്മൾ മുമ്പ് വിശ്വസിച്ചിരുന്ന പോലെ പ്രോട്ടീൻ ആണോ അതോ DNA തന്നെയാണോ ആക്ച്വലി ഈ ബാക്ടീരിയോഫേജ് ഇൻഫെക്ട് ചെയ്യുമ്പോൾ ജനറ്റിക് മെറ്റീരിയലിന്റെ ഫോമിൽ എൻറ്റർ ചെയ്യുന്നതെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ എക്സ്പെരിമെന്റ് ചെയ്തത്. അപ്പൊ അവരെന്ത് ചെയ്തു? അവര് ഈ വൈറസസ്, ഏത് വൈറസസ്? ഈ ബാക്ടീരിയോഫേജിന്റെ വൈറസസിനെ ഒരു മീഡിയത്തില് അവര് കൾച്ചർ ചെയ്തു. ആ മീഡിയത്തിൽ എന്തുണ്ട്? റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ്.
ആൻഡ് വേറെ കുറച്ച് വൈറസസിനെ വേറെ മീഡിയത്തിൽ കൾച്ചർ ചെയ്തു. ആ മീഡിയത്തിൽ എന്തുണ്ടായിരുന്നു? റേഡിയോ ആക്റ്റീവ് സൾഫർ. ഇനി ഇനി നമുക്കറിയാം DNA നമുക്ക് എന്തുണ്ടെന്ന് അറിയാം? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് ഉണ്ടെന്ന് അറിയാം. അപ്പോ അതിന് ഉണ്ടാക്കാൻ വേണ്ടി ഫോസ്ഫറസിന്റെ സഹായം വേണമെന്ന് പറയും. ഇതേപോലെ പക്ഷെ പ്രോട്ടീനിൽ ഫോസ്ഫറിന്റെ ആവശ്യം ഇല്ല. ആൻഡ് ഇതേപോലെ സൾഫർ ഏതിൽ വേണം? പ്രോട്ടീനിലുണ്ട്, പക്ഷെ DNA ഇല്ല. അപ്പോ അവർക്ക് വ്യക്തമായി ഡിസ്റ്റിങ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. വൈറസിന്റെ കയ്യിൽ നിന്ന് ബാക്ടീരിയയിൽ എൻ്റർ ചെയ്തത് പ്രോട്ടീൻ ആണോ അതോ DNA ആണോ എന്ന്. അപ്പോ കുറച്ച് ബാക്ടീരിയോഫേജ് ഇപ്പോ അവരുടെ കുറച്ച് ബാക്ടീരിയോഫേജ് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസിൽ വളർത്തിയപ്പോ അവരുടെ DNA എന്ത് വന്നു? അവരുടെ DNA മാത്രം റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഫോസ്ഫറസ് ഗ്രൂപ്പ് വന്നു. ആൻഡ് ബാക്കിയുള്ള റേഡിയോ ആക്റ്റീവ് സൾഫറിൽ കൾച്ചർ ചെയ്ത ബാക്ടീരിയന്റെ വൈറസസിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ത് വന്നു? അവരുടെ ജനറ്റിക് മെറ്റീരിയൽ റേഡിയോ ആക്റ്റീവ് ജനറ്റിക് മെറ്റീരിയൽ അവരുടെ പ്രോട്ടീനേഷ്യസ് മെറ്റീരിയൽസിൽ എന്ത് വന്നു? റേഡിയോ ആക്റ്റീവ് സൾഫർ വന്നു. ആൻഡ് അപ്പൊ എന്ത് പറയുന്നു? ഈ വൈറസസ് ഗ്രോൺ ഓൺ റേഡിയോ ആക്റ്റീവ് സൾഫർ contained radioactive protein but not radioactive DNA because DNA does not contain sulfur. ഇതേപോലെ DNA സൾഫർ ഇല്ല, അതേമാതിരി DNA ഫോസ്ഫറസ് ഉണ്ട്. ആൻഡ് അഗൈൻ പ്രോട്ടീനിൽ സൾഫർ ഉണ്ട്, പക്ഷെ പ്രോട്ടീനിൽ എന്ത് വേണ്ട? ഫോസ്ഫറസ് വേണ്ട. അപ്പൊ എന്ത് മനസ്സിലായി? ഏതിന്റെ റേഡിയോ ആക്ടിവിറ്റി ആണോ കാണിക്കുന്നത് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും DNA ആണോ പുതിയ ബാക്ടീരിയൽ സെല്ല് വന്നത്, അല്ല പ്രോട്ടീൻ ആണോ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇനി എന്ത് ചെയ്തു? ഈ റേഡിയോ ആക്റ്റീവ് ഫേജസ് എന്ത് ചെയ്യാൻ അനുവദിക്കപ്പെട്ടു? അറ്റാച്ച് ചെയ്യാൻ, അതായത് ബേസിക്കലി ഇൻഫെക്ട് ചെയ്യാൻ. ഏത്? അവര് ഓൾറെഡി ബാക്ടീരിയൽ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസ് ആണല്ലോ. അപ്പോ ഈ കൊളൈ ബാക്ടീരിയയില് ഇൻഫെക്ട് ചെയ്യാൻ വേണ്ടി അവര് അനുവദിച്ചു. അപ്പൊ നമ്മൾ എന്ത് കണ്ടു? ഇൻഫെക്ഷൻ പ്രൊസീഡ് ചെയ്തപ്പോ നമുക്ക് എന്തറിയാം? ജനറ്റിക് മെറ്റീരിയൽ ആണ് ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്കറിയാലോ. അതുപോലെ എന്ത് ചെയ്തു? വൈറൽ കോഡ്സ് were removed from the bacteria. ഈ ബാക്ടീരിയയിൽ നിന്ന് അറ്റാച്ച് ചെയ്ത വൈറൽ കോട്ട് റിമൂവ് ചെയ്യിപ്പിച്ചു. ആൻഡ് എങ്ങനെ? ബ്ലെൻഡറിൽ അവരെ ജസ്റ്റ് ഒന്ന് അജിറ്റേറ്റ് ചെയ്തിട്ട്. ആൻഡ് ഈ വൈറസ് പാർട്ടിക്കിൾസ് വെർ സെപ്പറേറ്റഡ് ഫ്രം ദി ബാക്ടീരിയ. എങ്ങനെ? സെൻട്രിഫ്യൂഗേഷൻ വഴി ഈ വൈറസ് ബാക്ടീരിയൽ പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്തു. ഇതെന്തിനാ ചെയ്തത്? ഫസ്റ്റ് ഈ ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവും. ഈ ബാക്ടീരിയോഫേജ് വന്ന് ഈ കളർ ഡിഫറൻസ് ആദ്യം ശ്രദ്ധിക്കുക. ഈ വൈറൽ കോട്ടിലെ റെഡിന്റെ മീനിങ് എന്താ? അതിന്റെ മീനിങ് അതില് റേഡിയോ ആക്റ്റീവ് സൾഫർ ആണ് ഉള്ളത്. അപ്പൊ നമുക്കറിയാം ഈ ബാക്ടീരിയോഫേജിന്റെ കോട്ട് പ്രോട്ടീനേഷ്യസ് കോട്ടാണ്. ആൻഡ് ഈ പ്രോട്ടീനേഷ്യസ് കോട്ടിൽ എന്തുണ്ടാവും? റേഡിയോ ആക്റ്റീവ് സൾഫർ ഉണ്ടാവും. അതേമാതിരി റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസിൽ വളർത്തിയ ബാക്ടീരിയോഫേജസിന്റെ DNA ആയിരിക്കും എന്ത്? റേഡിയോ ആക്റ്റീവ്. അപ്പോ ആ DNA ആണ് റേഡിയോ ആക്റ്റീവ് എങ്കിൽ എന്ത് കാണും? ഡിഫറൻസ് കാണും ഫ്രം റേഡിയോ ആക്റ്റീവ് സൾഫറിന് കൾച്ചർ ചെയ്ത ബാക്ടീരിയോഫേജസിനെ കാട്ടി. ഇനി എന്ത് ചെയ്തു? ആദ്യം ഇൻഫെക്ട് ചെയ്യിപ്പിച്ചു. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻഫെക്ഷൻ കഴിഞ്ഞ് ബ്ലെൻഡിങ് നടത്തുമ്പോൾ അവരെന്താ ഉദ്ദേശിക്കുന്നത്? ഈ പുറത്തുള്ള എക്സ്ട്രാ പാർട്ടിക്കിൾസ് ഒക്കെ മാറി നമുക്ക് ജസ്റ്റ് ജനറ്റിക് മെറ്റീരിയലും ബാക്ടീരിയനെയും മാത്രം മതി. അങ്ങനെ ആ വൈറൽ കോട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ബ്ലെൻഡ് ചെയ്തു. ഇനി ബ്ലെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു? സെൻട്രിഫ്യൂഗ് ചെയ്ത് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. ഏത്? ഈ വൈറൽ പാർട്ടിക്കിൾസിനും ബാക്ടീരിയൽ പാർട്ടിക്കിൾസിനും കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ചെയ്തു. ആൻഡ് നമ്മള് റേഡിയോ ആക്ടിവിറ്റി ഡിറ്റക്ട് ചെയ്യാൻ നോക്കിയപ്പോ എന്ത് കണ്ടു? സെൽസിൽ റേഡിയോ ആക്ടിവിറ്റി ഇല്ല. കാരണം എന്താ? സെൽസിൽ എന്തേ ഉള്ളൂ? DNA മാത്രമേ ഉള്ളൂ. ആൻഡ് ഇവിടെ നമ്മൾ റേഡിയോ ആക്റ്റീവ് സൾഫറിൽ വളർത്തിയ ബാക്ടീരിയോഫേജസിനെ ആയിരുന്നു ഇൻഫെക്ട് ചെയ്യിപ്പിച്ചിരുന്നത്. പക്ഷെ വൈറൽ കോട്ടിങ്ങിൽ എന്ത് എംബെഡഡ് ആയി? നമ്മുടെ റേഡിയോ ആക്റ്റീവ് സൾഫർ. ബട്ട് വിച്ച് ഗോട്ട് റിമൂവ്ഡ് ഏത് പ്രോസസ്സിൽ? ബ്ലെൻഡിങ്ങിലും സെൻട്രിഫ്യൂഗേഷനിലും. അപ്പൊ നമുക്ക് കിട്ടുന്ന സെൽസിൽ എന്തുണ്ടാവില്ല? റേഡിയോ ആക്റ്റീവ് സൾഫർ ഉണ്ടാവില്ല. പക്ഷെ സൂപ്പർ നൈറ്റ് എന്ന് പറഞ്ഞാൽ പൊന്തി നിൽക്കുന്ന സാധനം, ഏറ്റവും മേലെ നിൽക്കുന്ന സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞ് സെപ്പറേറ്റ് ആയ മറ്റേ പാർട്ട് സൂപ്പർ നൈറ്റിൽ നമുക്ക് റേഡിയോ ആക്റ്റീവ് സൾഫർ ഡിറ്റക്റ്റഡ് ആയി. അതിനർത്ഥം എന്താ? അതായത് ബാക്ടീരിയൽ സെല്ലിന്റെ ഉള്ളിലേക്ക് സൾഫർ വന്നിട്ടില്ല. അപ്പൊ അതിനർത്ഥം എന്താ? പ്രോട്ടീൻ ആയിരുന്നു ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ ആ പ്രോട്ടീന്റെ കൂടെ റേഡിയോ ആക്റ്റീവ് സൾഫർ ഉണ്ടായേനെ. റേഡിയോ ആക്റ്റീവ് സൾഫർ ബാക്ടീരിയയിൽ ഡിറ്റക്റ്റഡ് ആയേനെ. പക്ഷെ അതല്ലാത്തതുകൊണ്ട്, ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അതില് ഡിറ്റക്റ്റഡ് ആയില്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? പ്രോട്ടീൻ അല്ല ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്.
ഇനി ഇതൊന്നും കൂടി പ്രൂവ് ചെയ്യാൻ വേണ്ടി റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ലേബൽ ചെയ്ത DNA വെച്ച് ഇൻഫെക്ട് ചെയ്തു. അതായത് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് കണ്ടെയ്നിങ് മീഡിയത്തിൽ കൾച്ചർ ചെയ്ത ബാക്ടീരിയോഫേജിനെ വെച്ച് ഇൻഫെക്റ്റഡ് ആക്കി. അപ്പൊ എന്ത് മനസ്സിലായി? റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഉള്ള ജനറ്റിക് മെറ്റീരിയൽ DNA, അതായത് DNA ഉള്ളിലേക്ക് വന്നു. ആൻഡ് ബ്ലെൻഡിങ് ചെയ്ത് വൈറൽ പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്തു. ആൻഡ് സെൻട്രിഫ്യൂഗേഷൻ ചെയ്ത് വൈറൽ പാർട്ടിക്കിൾസിനെയും ബാക്ടീരിയനെയും കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ചെയ്ത് റേഡിയോ ആക്ടിവിറ്റി നോക്കിയപ്പോൾ നമ്മൾ എന്ത് കണ്ടു? ബാക്ടീരിയൽ സെൽസിൽ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഉണ്ട്. അതിനകത്ത് എന്താ? റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഇൻക്ലൂഡഡ് ആവണമെങ്കിൽ അത് എന്തേ ആവാൻ പാടുള്ളൂ? DNA മാത്രമേ ആവാൻ പാടുള്ളൂ. കാരണം എന്താ? DNAയിലാണ്, അതായത് DNA വിച്ച് ഇസ് എ പോളിന്യൂക്ലിയോടൈഡ്, അതിലാണ് ഫോസ്ഫറസ് കണ്ടെയ്നിങ് ആയിട്ടുള്ളത്. ആൻഡ് സൂപ്പർ നെയ്റ്റിനെ നോക്കിയപ്പോൾ സൂപ്പർ നെയ്റ്റിൽ എന്താ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? വൈറൽ കോട്ടിങ്. ആൻഡ് അതിൽ നോക്കിയപ്പോൾ അതിൽ അഗെയിൻ റേഡിയോ ആക്ടിവിറ്റി ഇല്ല. ഇപ്പൊ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു ഫൈനലി? അതായത് ട്രാൻസ്ഫോം ചെയ്ത അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത ജനറ്റിക് മെറ്റീരിയൽ പ്രോട്ടീൻ കണ്ടെയ്നിങ് അല്ല. ആൻഡ് അത് എന്താണ്? DNA. ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് DNA വാസ് ദ മെറ്റീരിയൽ ദാറ്റ് പാസ്ഡ് ഫ്രം എന്ത്? വൈറസിൽ നിന്ന് ബാക്ടീരിയയിലേക്ക്. ആൻഡ് bacteria that were infected with viruses that had radioactive proteins were not radioactive. This indicates protein did not enter the bacteria from virus. അതായത് പ്രോട്ടീൻ ഇങ്ങോട്ട് എൻ്റർ ചെയ്തിട്ടില്ല. Therefore, DNA is the genetic material. DNA is the genetic material that is passed from virus to bacteria. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തീരുമാനമായി. അപ്പോൾ unequivocal proof that DNA is the genetic material was proved by Air experiment, Hershey and Chase experiment in the year 1952. ഇനി ഇത്രയും കാര്യം കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് DNA എന്താന്ന് സെപ്പറേറ്റ്ലി പഠിച്ചു. ഇനി ജനറ്റിക് മെറ്റീരിയൽ ഏതാന്ന് കണ്ടു, DNA ആണെന്ന് കണ്ടു. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ, അതായത് DNA വേഴ്സസ് RNA തമ്മിലുള്ള കമ്പയറിംഗ് ആൻഡ് കോൺട്രാസ്റ്റിംഗ്. അതിലെന്ത് കണ്ടു? ഡിബേറ്റ്സ് ബിറ്റ്വീൻ പ്രോട്ടീൻ വേഴ്സസ് DNA കഴിഞ്ഞപ്പോ റിസോൾവ് ചെയ്തു. എന്നിട്ട് അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. ഇറ്റ് ഈസ് DNA that acts the genetic material. However, it subsequently became clear that ചില വൈറസസിൽ ഈ എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. RNA കണ്ടെയ്നിങ് വൈറസ്, RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള വൈറസിന്റെ എക്സാമ്പിൾ വെച്ചാൽ പറയാൻ പറ്റുന്ന ടൊബാക്കോ മൊസൈക് വൈറസ്, QB ബാക്ടീരിയോഫേജ്. ഈ രണ്ടെണ്ണം NCERT കൊടുത്തുകൊണ്ട് എന്തായാലും അറിഞ്ഞിരിക്കണം. ചില വൈറസസിൽ RNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. പക്ഷെ നമുക്ക് അടുത്ത ഡൗട്ട് എന്താ വരുന്നത്? വൈ ഇസ് DNA ദ പ്രിഡോമിനന്റ് ജനറ്റിക് മെറ്റീരിയൽ വേറാസ് RNA ജസ്റ്റ് DNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് മോസ്റ്റ് ഓർഗാനിസത്തിൽ കാണുമ്പോൾ RNA ഏതൊക്കെ ഫംഗ്ഷൻ നിർവഹിക്കുന്നത്? ആസ് എ മെസഞ്ചർ അല്ലെങ്കിൽ അഡാപ്റ്റർ. അപ്പൊ നമുക്ക് RNAയും DNAയും തമ്മിലുള്ള ബേസിക് ഡിഫറൻസസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ആൻഡ് ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു മോളിക്യൂൾ അത് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യണം. എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതുകൊണ്ടായിരിക്കണമല്ലോ അതിനെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് സെലക്ട് ചെയ്തത്. അതെന്തൊക്കെയാണ്? ബേസിക് നെസസിറ്റീസ്. ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ജനറേറ്റ് ഇറ്റ്സ് റെപ്ലിക്കേഷൻ അണ്ടർഗോ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. എന്നാലേ പാസ് ഓൺ ചെയ്ത് പുതിയ ഉണ്ടാകുന്ന ഓർഗാനിസത്തിൽ ഈ ജനറ്റിക് മെറ്റീരിയൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് നെക്സ്റ്റ് എന്താ? ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി. നെക്സ്റ്റ്, ഇറ്റ് ഷുഡ് പ്രൊവൈഡ് എ സ്കോപ്പ് ഫോർ സ്ലോ ചേഞ്ചസ്. അതായത് എവല്യൂഷന് വേണ്ട ചെറിയ വേരിയേഷൻ ഒക്കെ എന്താണ്? സർവൈവലിന് നെസസറി ആണ്. അങ്ങനെയുള്ള സ്ലോ ചേഞ്ചസ് അണ്ടർഗോ ചെയ്യാനുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്രസ് ഇറ്റ് സെൽഫ് ഇൻ ദ ഫോം ഓഫ് മെൻഡേലിയൻ ക്യാരക്ടേഴ്സ് പറയുന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അതിൽ നിന്ന് ഡീവിയേഷൻ കാണിക്കരുത്. അപ്പോ ഒരു മോളിക്യൂൾ ജനറ്റിക് മെറ്റീരിയൽ ആവാനുള്ള 4 ക്രൈറ്റീരിയ നമ്മൾ കണ്ടു. ഏത്? റെപ്ലിക്കേഷൻ വേണം, കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി സ്റ്റെബിലിറ്റി വേണം, സ്ലോ ചേഞ്ചസ് അണ്ടർഗോ ചെയ്യാനുള്ള സ്കോപ്പ് വേണം, ആൻഡ് ഫൈനലി മെൻഡേലിയൻ ക്യാരക്ടേഴ്സിനെ അനുസരിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് അപ്പോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത്? നമ്മുടെ ബേസ് പെയറിങ്ങും കോംപ്ലിമെന്റാരിറ്റിയും വെച്ച് നമ്മൾ ബേസ് പെയറിങ്ങും കോംപ്ലിമെന്റാരിറ്റിയും ഡബിൾ ഹെലിക്സ് മോഡലിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അത് വെച്ച് എന്ത് കാണാം? രണ്ടിലും DNAക്കും RNAക്കും എങ്ങനെ അവരുടെ
ഡ്യൂപ്ലിക്കേഷൻസ് ഡിറക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, അതായത് റെപ്ലിക്കേഷൻസ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ആൻഡ് പക്ഷെ പ്രോട്ടീൻ, നമ്മൾ കുറെ കാലം വിചാരിച്ചുകൊണ്ട് പ്രോട്ടീൻ ആസ് ദ ജനറ്റിക് മെറ്റീരിയൽ, പ്രോട്ടീൻ എന്തുണ്ട്, ഈ ബേസിക് ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ക്യാരക്ടറിസ്റ്റിക്സ് പോലും ഇല്ല. അപ്പൊ ഫസ്റ്റ് ക്രൈറ്റീരിയ തന്നെ നമുക്ക് പ്രോട്ടീനെ റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും ആസ് ദി ജനറ്റിക് മെറ്റീരിയൽ. ആൻഡ് അപ്പൊ ഫസ്റ്റ് എന്തായി, ഫസ്റ്റ് ക്രൈറ്റീരിയ ഡിസ്കസ്ഡ് ആയി ആൻഡ് പ്രോട്ടീൻസിനെ റൂൾ ഔട്ട് ചെയ്തു. ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ ജനറ്റിക് മെറ്റീരിയൽ ഷുഡ് ബി സ്റ്റേബിൾ ഇനഫ് നോട്ട് ടു ചേഞ്ച് വിത്ത് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ലൈഫ് സൈക്കിൾ. നമുക്കറിയാം ഒരു ഓർഗാനിസത്തിന്റെ ഉണ്ടാവുന്ന തൊട്ട് അതിന്റെ ഹോൾ പ്രോസസ് ഓഫ് ഗ്രോത്തിലും ഏജിങ്ങിലും ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ലൈഫ് സൈക്കിളിലും ആൻഡ് ഡിഫറെന്റ് ഫിസിയോളജിക്കൽ സ്റ്റേറ്റ്സിലും ഈ ജനറ്റിക് മെറ്റീരിയൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നാൽ അതിന് സ്റ്റെബിലിറ്റി ഇല്ലാണ്ടാവും. പക്ഷെ നമുക്കറിയാം സ്റ്റെബിലിറ്റി ഇസ് വൺ ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ വിച്ച് വാസ് വെരി എവിഡന്റ് ഇൻ ഗ്രിഫിത്ത്സ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. അതിലെന്ത് മനസ്സിലായി, ഹീറ്റ് ഉപയോഗിച്ച് കിൽ ചെയ്ത ബാക്ടീരിയക്കും ഈ ജനറ്റിക് മെറ്റീരിയലിനെ ഇല്ലാണ്ടാക്കാൻ പറ്റിയില്ല. അപ്പൊ അത് എത്രത്തോളം സ്റ്റേബിൾ ആണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അത് ആർ സ്ട്രെയിനിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് ആ മൈസിനെ ഫൈനലി കിൽ ചെയ്യാൻ പറ്റിയത്. അപ്പോ ജനറ്റിക് മെറ്റീരിയൽ സ്റ്റേബിൾ ആയിരിക്കണം. അത് നമ്മൾ ഗ്രിഫിത്തിന്റെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ വെച്ച് തന്നെ പ്രൂവ് ചെയ്തിരുന്നു. ആൻഡ് നമുക്ക് ഡി എൻ എയും ആർ എൻ എയും നമുക്ക് ആദ്യം മനസ്സിലായി ജനറ്റിക് മെറ്റീരിയൽ സ്റ്റേബിൾ ആയിരിക്കണം എന്ന് മനസ്സിലായി. ആൻഡ് ഡി എൻ എ ആർ എയും തമ്മിൽ ഡിഫറൻസസ് നോക്കുമ്പോൾ എന്ത് മനസ്സിലായി, നമ്മുടെ ഡി എൻ എയില് 2 സ്ട്രാൻഡും കോംപ്ലിമെന്റാരിറ്റി കാണിക്കുന്നുണ്ട്. ആൻഡ് ഈവൻ ഇഫ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ ഹീറ്റിംഗ്, അവരെങ്ങനെ അപ്രോപ്രിയേറ്റ് കണ്ടീഷനിൽ അഗെയിൻ ദേ കം ടുഗെദർ. അപ്പൊ അതിന്റെ സ്റ്റെബിലിറ്റി എന്തെന്ന് മനസ്സിലായി, നല്ല സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലായി. ആൻഡ് ഫെർദർ ഈ 2'OH ഗ്രൂപ്പ്, നമുക്കറിയാം ആർ എൻ എയും ഡി എൻ എയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്തായിരുന്നു, 2' കാർബണിൽ ഉള്ള ഒരു OH ഗ്രൂപ്പിന്റെ ഡിഫറൻസ് ആയിരുന്നു. ആൻഡ് ഫെർദർ ദ 2'OH ഗ്രൂപ്പ് പ്രസന്റ് എവറി ന്യൂക്ലിയോടൈഡ് ഇൻ ആർ എൻ എ. അവര് ആർ എൻ എനെ എന്താക്കി, അവര് ലയബിൾ ടു റിയാക്ഷൻ, അതായത് റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റി ആർ എൻ എനെ. അപ്പൊ എന്തായി, ആർ എൻ എ ലബൈലായി, അതായത് ലെസ് സ്റ്റേബിൾ ആയി ആൻഡ് ഈസിലി ഡീഗ്രേഡബിൾ ആയി. അങ്ങനെ ആർ എൻ എ ഡി എൻ എയും നമ്മൾ മെഷർ ചെയ്തപ്പോ അല്ലെങ്കിൽ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്തപ്പോ കുറച്ചും കൂടി സ്റ്റെബിലിറ്റി ആര് കാണിക്കുന്നത് മനസ്സിലായി, ഡി എൻ എ കാണിക്കുന്നത് മനസ്സിലായി. ആൻഡ് ഇത് കൂടാണ്ട് നമുക്കറിയാം കാറ്റലിറ്റിക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയും കൂടി ആർ എൻ എക്ക് ഉണ്ട്. ആൻഡ് ഹെൻസ് അവരെന്തായി, കൂടുതൽ റിയാക്റ്റീവും ആയി. അപ്പൊ നമുക്ക് ഫൈനലി എന്ത് കിട്ടി, ഡി എൻ എ കെമിക്കലി ലെസ് റിയാക്റ്റീവും സ്ട്രക്ചറലി മോർ സ്റ്റേബിളും ആയി ഏതിനെ കാട്ടിയും, ആർ എൻ എ കാട്ടിയും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, എമംഗ് ദ 2 ന്യൂക്ലിക് ആസിഡ്സ് ഡി എൻ എയും ആർ എൻ എയും തമ്മിൽ ഡി എൻ എ ഇസ് ദ ബെറ്റർ ജനറ്റിക് മെറ്റീരിയൽ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. അതിന് കാരണം എന്താ, ഡി എൻ എ ഇസ് ദ ബെറ്റർ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയാൻ കാരണം ഒന്നാമത്തത് 2'OH ഗ്രൂപ്പ് ആർ എൻ എയിൽ ഉള്ളതുകൊണ്ട് അത് കൂടുതൽ ലബൈലായി. ആൻഡ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് അത് കൂടുതൽ റിയാക്റ്റീവ് ആയി. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഡി എൻ എ ഇസ് ദ ബെറ്റർ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞു. ഇനി അടുത്ത പോയിന്റ്, ഇതേ പോയിന്റിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ അടുത്ത പോയിന്റ് എന്താ, ദ പ്രസൻസ് ഓഫ് തൈമിൻ അറ്റ് ദ പ്ലേസ് ഓഫ് യുറാസിൽ. എന്താണ്, നമുക്കറിയാം ആർ എൻ എയിൽ യുറാസിലും ഡി എൻ എയിൽ തൈമിനും ആണ്. അതുകൊണ്ട് ആ ഗ്രൂപ്പിന്റെ സ്റ്റെബിലിറ്റിയും കൂടെ കുറച്ചും കൂടി കൂടുതലായതുകൊണ്ട് അഡീഷണൽ സ്റ്റെബിലിറ്റി കിട്ടി ഏതിന്, ഡി എൻ എക്ക്. അപ്പോ തൈമിനും യുറാസിലും തമ്മിലുള്ള ഡിഫറൻസും കൂടി എന്തിനെ ഹെൽപ്പ് ചെയ്തു, ഡി എൻ എയുടെ അഡീഷണൽ സ്റ്റെബിലിറ്റിനെ ഹെൽപ്പ് ചെയ്തു. ആൻഡ് അടുത്ത പോയിന്റ് എടുത്ത് നോക്കുമ്പോൾ മ്യൂട്ടേഷന്റെ സ്കോപ്പ് നോക്കുമ്പോൾ ബോത്ത് ഡി എൻ എ ആൻഡ് ആർ എൻ എ ആർ ഏബിൾ ടു മ്യൂട്ടേറ്റ്. ഇൻഫാക്ട് ആർ എൻ എ കുറച്ചുകൂടി അൺസ്റ്റേബിൾ ആണ്. അപ്പൊ ഒരു കുറച്ച് ഫാസ്റ്റർ റേറ്റിൽ മ്യൂട്ടേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ഒന്നും കൂടി നമുക്ക് മനസ്സിലായി, ഈ വൈറസസ് വിച്ച് ഹാവ് ആർ എൻ എ ജീനോം ഹാവ് ഷോർട്ടർ ലൈഫ് സ്പാൻ. അവർക്ക് ഷോർട്ടർ ലൈഫ് സ്പാൻ ആയതുകൊണ്ട് അവര് മ്യൂട്ടേറ്റും ഇവോൾവും കുറച്ചും കൂടി വേഗത്തിൽ നടത്തും. ആൻഡ് അപ്പൊ നമ്മൾ മ്യൂട്ടേഷന്റെ സ്കോപ്പ് നോക്കി. ഇനി നമുക്കറിയാം ആർ എൻ എ എന്ത് ചെയ്യും, എം ആർ എൻ എ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ, അതായത് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ ഹെൽപ്പ് ചെയ്യും, പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോ ആർ എൻ എക്ക് എന്താണ്, ദേ കെൻ ഈസിലി എക്സ്പ്രസ് ദ ക്യാരക്ടേഴ്സ്. നമുക്കറിയാം ആർ എൻ എ ആയിട്ടിരുന്നാൽ അതിന്റെ ക്യാരക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ആ ആർ എൻ എ അല്ലെങ്കിൽ എം ആർ എൻ എ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്താൽ മാത്രമേ എന്തുള്ളൂ, ക്യാരക്ടേഴ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ പക്ഷെ ഡി എൻ എ എന്താണ്, ഓൾറെഡി ഇസ് ഡിപ്പെൻഡന്റ് ഓൺ ആർ എൻ എ ഫോർ ദി സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. കാരണം എന്തുകൊണ്ടാ, നമുക്കറിയാം ഡി എൻ എന്ന് ഡയറക്ട്ലി പ്രോട്ടീൻ ഉണ്ടാവാൻ പറ്റില്ല.
DNA ആദ്യം RNA ഉണ്ടാവണം. ഈ RNA പ്രോട്ടീൻ ഉണ്ടാക്കുള്ളൂ. അപ്പൊ എന്ത് മനസ്സിലായി? DNA is dependent on RNA for synthesis of protein. ആൻഡ് അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? പ്രോട്ടീൻ സിന്തസൈസിങ് മെഷീനറി എന്തിന് അറൌണ്ട് ആണ് ഇവോൾവ് ചെയ്തത്? RNA അറൌണ്ട് ആണ് ഇവോൾവ് ചെയ്തത്. ആൻഡ് ഈ കാര്യങ്ങൾ എന്ത് പറയുന്നു? ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ബോത്ത് RNA ആൻഡ് DNA ക്യാൻ ഫങ്ഷൻ ആസ് ജനറ്റിക് മെറ്റീരിയൽ. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട്, എന്തൊക്കെ കാരണങ്ങൾ? തൈമിൻ ഇൻ പ്ലേസ് ഓഫ് യുറാസിൽ ആൻഡ് absence of 2-OH group in DNA, എന്തായി? DNA is the more stable and is more preferred for the storage of genetic information. അതുകൊണ്ട് പക്ഷെ DNA ഇറ്റ്സ് ബെറ്റർ ആസ് എ ജനറ്റിക് മെറ്റീരിയൽ. പക്ഷെ RNA ഏത് രീതിയിലാണ് ബെറ്റർ ആവുന്നത്? for the transmission of genetic information and expression of characters. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് പ്രൂവ് ചെയ്തു? ആദ്യം നമ്മൾ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കണ്ടുപിടിച്ചു. ആൻഡ് ഫൈനലി നമ്മൾ ചിന്തിക്കുകയാണ് എന്താണ് DNA കുറച്ചും കൂടി സുപ്പീരിയർ ആക്കുന്നത് RNA കാട്ടി. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു? DNA സുപ്പീരിയർ ആയി ജനറ്റിക് മെറ്റീരിയൽ ആയെങ്കിലും RNA അതിൻ്റെതായ സുപ്പീരിയോറിറ്റി ഉണ്ട്. ഏത് കേസില്? ഇൻ ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്രഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. അപ്പോ നമുക്ക് ഇനി പഠിക്കാൻ പോകുന്നത് RNA വേൾഡ്. RNA വേൾഡ് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? RNA അണ്ടർഗോ ചെയ്യുന്ന പ്രോസസ്സസും അതിന്റെ എക്സ്പ്രഷൻ ഓഫ് ക്യാരക്ടേഴ്സും എങ്ങനെയാണ് കണ്ടുപിടിക്കും. അതിന് മുമ്പ് ഒരു ടാബുലാർ ഫോമില് നമ്മൾ DNA വേഴ്സസ് RNA എഴുതാൻ പോവാണ്. നമുക്കറിയാം DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് ആകുമ്പോൾ ഗുണം എന്താണ്? ഈ ബേസസ്, നൈട്രജൻ ബേസസ് ഹൈഡ്രോഫോബിക് ആണ്. അപ്പോൾ അത് പ്രൊജക്ട് ചെയ്യും എങ്ങോട്ടേക്ക്? ഇൻസൈഡ് ആയിട്ട് പ്രൊജക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവര് ഹൈഡ്രോഫോബിക് ആയതുകൊണ്ട്. ആൻഡ് ഈ പ്രൊജക്ട് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ഗുണം എന്താണ്? അവരുടെ റിയാക്ടിവിറ്റി കുറയും. അപ്പോൾ സ്റ്റെബിലിറ്റി അതിനനുസരിച്ച് കൂടും. പക്ഷെ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA റിയാക്ടിവിറ്റി എങ്ങനെയാ? ഹൈ റിയാക്ടിവിറ്റി. ഇനി ഷുഗർ എന്താണ് RNA? ഷുഗർ ഡീഓക്സി റൈബോസ്. പക്ഷെ RNA എങ്ങനെയാണ്? റൈബോസ് ഷുഗർ ആണ് പ്രസന്റ്. ആൻഡ് ഈ റൈബോസ് ഷുഗറിലെ 2-OH ഉള്ളതുകൊണ്ട് അഗെയിൻ റിയാക്ടിവിറ്റി കൂടുന്നു. ഇനി നൈട്രജൻ ബേസ് എടുത്ത് നോക്കിയാൽ തൈമിൻ ഉണ്ട്. തൈമിന്റെ വേറെ പേരെന്താ? 5-methyl യുറാസിൽ. പക്ഷെ RNA എങ്ങനെയാണ്? യുറാസിലാണ്. അഗെയിൻ ഈ യുറാസിലിന്റെ പ്രസൻസ് ഇൻക്രീസസ് ദ റിയാക്ടിവിറ്റി. ഇനി മ്യൂട്ടേഷന്റെ സ്കോപ്പ് നോക്കിയാൽ DNA സ്ലോ മ്യൂട്ടേഷനെ അണ്ടർഗോ ചെയ്യുള്ളൂ ആൻഡ് ലെസ് ചാൻസസ്. പക്ഷെ RNA എങ്ങനെയാ? മ്യൂട്ടേഷന്റെ റേറ്റ് ഫാസ്റ്റ് ആണ് ആൻഡ് മോർ ചാൻസസ്. ഇനി RNA അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്കറിയാം ദേ ആക്ട് ആസ് എൻസൈംസ്. പക്ഷെ DNA എങ്ങനെയാണ്? ദേ കനോട്ട് ആക്ട് ആസ് എൻസൈം. ബയോമോളിക്യൂൾസ് പറഞ്ഞിരുന്നു മോസ്റ്റ് ഓഫ് ദ പ്രോട്ടീൻസ് അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ എൻസൈംസ് പ്രോട്ടീനേഷ്യസ് ആണ്. പക്ഷെ ചില എൻസൈംസ് ഏതിൽ നിന്നും കൂടി ഉണ്ടാവുന്നുണ്ട്? RNA കൂടി ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യം കഴിഞ്ഞപ്പോ നമുക്ക് എന്ത് മനസ്സിലായി? DNA വേഴ്സസ് RNA തമ്മിലുള്ള ഡിഫറൻസസ് മനസ്സിലായി. ഇനി RNA വേൾഡ് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? നമുക്കറിയാം RNAക്ക് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, DNA അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. പക്ഷെ മോസ്റ്റ്ലി പ്രിഡോമിനന്റ്ലി DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. എക്സെപ്റ്റ് ആദ്യ ചില ഓർഗാനിസത്തിൽ ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് വന്നത് ആരായിരുന്നു? നമ്മുടെ വൈറസസിലൊക്കെ. അതായത് ഏറ്റവും ഫസ്റ്റ് മോസ്റ്റ് ടൈംസ് ഓഫ് എവല്യൂഷന്റെ സമയത്ത് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് വന്നത് RNA ആയിരുന്നു. അപ്പൊ അതിനെന്ത് പറഞ്ഞു? വിച്ച് വാസ് ദ ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ? ഒരു MCQ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ എന്തായിട്ട് വരും? RNA. ആൻഡ് അതുകൊണ്ട് തന്നെ എന്താ ഫസ്റ്റ് RNA ആയിരുന്നു ജനറ്റിക് മെറ്റീരിയൽ. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ലൈഫ് പ്രോസസ്സസും ലൈക്ക് മെറ്റബോളിസം, ട്രാൻസ്ലേഷൻ, സ്പ്ലൈസിങ് എക്സെട്ര ഈ ബാക്കി എല്ലാ എസെൻഷ്യൽ ലൈഫ് പ്രോസസ്സും എന്തിന് അറൌണ്ട് ആണ് ഇവോൾവ് ചെയ്തു വന്നത്? RNA. ആൻഡ് RNA യൂസ് ടു ആക്ട് ആസ് എ ജനറ്റിക് മെറ്റീരിയൽ ആസ് വെൽ ആസ് എ കാറ്റലിസ്റ്റ്. അതായത് ചില ബയോകെമിക്കൽ റിയാക്ഷൻസ് ലിവിങ് സിസ്റ്റത്തിൽ ക്യാരി ഔട്ട് ചെയ്യാനുള്ള
കാറ്റലിറ്റിക് പ്രോപ്പർട്ടി ആർക്കുണ്ട്? RNA ഉണ്ട്. ബട്ട് അടുത്തെന്താ പറയുന്നത്? RNA കാറ്റലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് ഹൈലി റിയാക്റ്റീവും ഹൈലി അൺസ്റ്റേബിളും ആയി. ഈ കാരണം കൊണ്ട് എന്ത് മനസ്സിലായി? പതുക്കെ അടുത്തടുത്ത് ഉണ്ടാവുന്ന ഓർഗാനിസത്തിന് DNA ഇവോൾവ് ആയി വന്ന് ഇൻസ്റ്റെഡ് ഓഫ് RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ഉണ്ടാവാൻ തുടങ്ങി. എങ്ങനെ? ചില കെമിക്കൽ മോഡിഫിക്കേഷൻസ്. ഈ കെമിക്കൽ മോഡിഫിക്കേഷൻസ് നമുക്കറിയാം ആദ്യം യുറാസിലായിരുന്നു. പക്ഷെ യുറാസിൽ 5-methyl യുറാസിലായിട്ട് തൈമിനായി ആൻഡ് DNA കുറച്ചും കൂടി സ്റ്റേബിൾ ഫോം ആയ തൈമിനായി നൈട്രജൻ ബേസ് ആയിട്ട്. ഇതാണ് RNA വേൾഡ്. RNA എങ്ങനെയാണ്? ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ ആയിരുന്നു ആൻഡ് ഇറ്റ് ആക്ടഡ് ആസ് എൻസൈംസ് ആൻഡ് RNA കാറ്റലിസ്റ്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെതായ റിയാക്ടിവിറ്റിയും സ്റ്റെബിലിറ്റി കുറവും കാരണം ഫൈനലി DNA ആയി എന്ത്? പ്രിഡോമിനന്റ് ജനറ്റിക് മെറ്റീരിയൽ. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് പ്രോസസ് പഠിക്കാൻ പോകുന്നത് റെപ്ലിക്കേഷൻ. എന്താണ് റെപ്ലിക്കേഷൻ? നമുക്കറിയാം സ്റ്റാർട്ടിങ്ങിൽ സെൻട്രൽ ഡോഗ്മയിൽ പറയുന്ന സ്റ്റാർട്ടിങ്ങിൽ DNA അഗൈൻ ഗിവ്സ് റൈസ് ടു DNA. അതായത് DNA അഗൈൻ DNA ഉണ്ടായി റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാലേ എന്ത് പറ്റുള്ളൂ? റീപ്രൊഡക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. റീപ്രൊഡ്യൂസ് ചെയ്ത് പുതിയ ഓർഗാനിസത്തിലേക്ക് ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫോം ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. While proposing the double helical structure for DNA, Watson and Crick had immediately proposed a scheme for replication of DNA. Along with double helical structure, വാട്സൺ ആൻഡ് ക്രിക്ക് എന്തും കൂടി ചെയ്തു? റെപ്ലിക്കേഷൻ ഓഫ് DNAക്ക് വേണ്ടിയുള്ള സ്കീമും കൂടി പ്രപ്പോസ് ചെയ്തു. അവരെന്താ പറഞ്ഞത്? It has not escaped our notice that the specific pairing we have postulated immediately suggests a possible copying mechanism for the genetic material. അതായത് ജനറ്റിക് മെറ്റീരിയൽ DNA ആണെന്ന് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഡബിൾ ഹെലിക്കൽ മോഡൽ DNA ഉണ്ടെന്ന് പറഞ്ഞതിന്റെ കൂടെ അവരൊന്നും കൂടി പറഞ്ഞു, ഈ കണ്ടുപിടുത്തങ്ങൾ DNA കുറിച്ചുള്ള കൂടുതൽ സ്റ്റഡീസ് എന്തിനും കൂടിയുള്ള സാധ്യത തുറന്നു വെച്ചു. അതായത് അവർക്കൊരു പോസിബിൾ കോപ്പിയിങ് മെക്കാനിസം ഉണ്ട്, എന്നാലേ അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്ത് പുതിയ പുതിയ ഓർഗാനിസത്തിലേക്ക് പാസ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ ഈ ജനറ്റിക് മെറ്റീരിയൽ. ആൻഡ് ദ സ്കീം സജസ്റ്റഡ് ദാറ്റ് ദ two strands would separate, act as a template for the synthesis of new complementary strands. After the completion of replication, each DNA molecule would have one parental and one newly synthesized strand. And ഈ സ്കീമിന് അവർ എന്ത് പേര് കൊടുത്തു? സെമി കൺസർവേറ്റീവ് DNA റെപ്ലിക്കേഷൻ. അപ്പൊ നമ്മൾ ചോദിക്കും അതെന്തുകൊണ്ടാ സെമി എവിടെ നിന്നാണ് വന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? നമുക്കറിയാം ഇതാണ് പേരന്റൽ DNA. ഈ പേരന്റൽ DNA റെപ്ലിക്കേഷന്റെ സമയത്ത് എന്താവും? അവര് സ്പ്ലിറ്റ് ആയി അവര് ബോൺസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് ദൂരേക്ക് പോയി സെപ്പറേറ്റ് ആയി. ആൻഡ് ഈ സെപ്പറേറ്റ് ചെയ്തതില് ഒരു സ്റ്റാൻഡ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നതാണ് പറയുന്നത്? ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും ഫോർ സിന്തസിസ് ഓഫ് ന്യൂ കോംപ്ലിമെന്ററി സ്റ്റാൻഡ്. അതായത് ഈ സ്റ്റാൻഡ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഇതിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള പുതിയൊരു ബേബി DNA എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പുതിയ DNA ഉണ്ടാക്കി റെപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട്. ആൻഡ് അതേപോലെ നമ്മുടെ മറ്റേ സ്റ്റാൻഡ് അതാണ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നെങ്കിൽ അതിന്റെ ഒരു ബേബി സ്റ്റാൻഡ് ഉണ്ടാക്കി അതിന്റെ കോംപ്ലിമെന്റ്സ് ആയിട്ട്. അപ്പോ ഇനി ഇതാണ് ന്യൂ സെല്ലിലേക്ക് പോകുന്ന 2 DNA റെപ്ലിക്കേഷൻ നടന്നു കഴിഞ്ഞു. പക്ഷെ ഈ റെപ്ലിക്കേഷൻ നടന്നു കഴിഞ്ഞ DNA നമുക്ക് എന്ത് കണ്ടുപിടിച്ചു? ഇതിന് പേരന്റൽ സ്റ്റാൻഡിന്റെ ഒരു സ്റ്റാൻഡ് പാരന്റിൽ നിന്നും കിട്ടിയതാണ്, മറ്റേ സ്റ്റാൻഡ് പുതിയതായിട്ടുണ്ടായതാണ്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ഈച്ച് DNA മോളിക്യൂളിൽ ഒരു പേരന്റൽ സ്റ്റാൻഡും 1 ന്യൂലി സിന്തസൈസ്ഡ് സ്റ്റാൻഡും ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെ വിളിച്ചു സെമി കൺസർവേറ്റീവ്. പകുതി കൺസർവ്ഡ് ആയി, അതായത് പകുതി പേരന്റൽ സ്റ്റാൻഡിനായിട്ട് റിമെയിൻ ചെയ്യുന്നതുകൊണ്ട് സെമി കൺസർവേറ്റീവ് മോഡൽ ഫോർ DNA റെപ്ലിക്കേഷൻ പഠിച്ചു. ഇനി ഇതിലുള്ള എക്സ്പെരിമെന്റൽ പ്രൂഫ് ഇല്ലാണ്ട് ഒരു കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ എക്സ്പെരിമെന്റൽ പ്രൂഫ് എങ്ങനെയാ കണ്ടുപിടിച്ചതെന്ന് വെച്ചാല് ഇറ്റ് വാസ് ഫസ്റ്റ് ഷോൺ ഇൻ എക്സ്പെരിമെന്റൽ പ്രൂഫ് ഫോർ എന്തിന്റെയാണ്? സെമി കൺസർവേറ്റീവ് DNA റെപ്ലിക്കേഷന്റെ ആദ്യം കാണിച്ചത് ഇതിലാണ്, എസ്ചെറിഷ്യ കോളി. ആൻഡ് സബ്സിക്വന്റ്ലി ഏത് ഓർഗാനിസത്തിലൊക്കെ കാണിക്കാൻ പറ്റി? പ്ലാന്റ്സ് ആൻഡ് ഹ്യൂമൻ സെൽസ്. ആ എക്സ്പെരിമെന്റ്സ് നമ്മൾ ആരുടെ പേരിൽ പഠിച്ചു? മാത്യു മെസൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റോൾ. എന്ത് എക്സ്പെരിമെന്റ്? ആൻഡ് ഇയർ ഇമ്പോർട്ടൻ്റ് ആണ് 1958 സെമി കൺസർവേറ്റീവ് മോഡൽ പ്രൂവ് ചെയ്യാൻ അവര് എക്സ്പെരിമെന്റ് ചെയ്തു. എന്ത് ചെയ്തു? അവര് ഈക്കോളൈലാണ് ഫസ്റ്റ് ചെയ്തിരുന്നത്, നമ്മൾ ഓൾറെഡി കണ്ടു. ആൻഡ് they grew E. coli on a medium and which contained
ഏത് അമോണിയം ക്ലോറൈഡ്. ആൻഡ് ഈ അമോണിയം ക്ലോറൈഡിലെ നൈട്രജൻ N15 ആയിരുന്നു, വിച്ച് ഇസ് ദ ഹെവി ഐസോട്ടോപ്പ് ഓഫ് നൈട്രജൻ ആസ് ദി ഓൺലി നൈട്രജൻ ചോസ് ഫോർ മെനി ജനറേഷൻ. അതായത് കുറെ ജനറേഷൻ അവർ ഏതിൽ വളർത്തി? 15 നൈട്രജൻ ഉള്ള ഹെവി ഐസോട്ടോപ്പുള്ള നൈട്രജൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ വളർത്തിക്കൊണ്ടേയിരുന്നു. ആൻഡ് ഇതെന്തുകൊണ്ടാണ് ചെയ്തത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സിന്തസൈസ് ചെയ്ത പുതിയ DNA എന്ത് നൈട്രജൻ ബേസ് ഉണ്ടെന്ന് പറയാം. ഈ നൈട്രജൻ ബേസിൽ ഏതേ ഉള്ളൂ? നമ്മുടെ ഹെവി നൈട്രജൻ മാത്രമേ ഇൻകോർപ്പറേറ്റഡ് ആയിട്ട് ഉണ്ടാവാൻ പാടുള്ളൂ. ആൻഡ് ദിസ് ഹെവി DNA മോളിക്യൂൾ എങ്ങനെ നമുക്ക് ഈസിലി സെൻട്രിഫ്യൂഗേഷൻ നടത്തി ഫൈനലി വെയിറ്റിന്റെ ബേസിസിൽ ഡിവൈഡഡ് ആവും അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആവും. അപ്പൊ നമുക്ക് ഹെവി ഏതാ അല്ലെങ്കിൽ നോർമൽ DNA ഏത്, നോർമൽ ഹെവി DNA ആണോ അല്ല നോർമൽ DNA മോളിക്യൂൾ ആണോ എന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും. പിന്നെ സീഷ്യം ക്ലോറൈഡ് ഡെൻസിറ്റി ഗ്രേഡിയന്റ്, ഈ ടേമും ഇമ്പോർട്ടന്റ് ആണ്. അവർ സെൻട്രിഫിക്കേഷൻ ഏതിലാണ് നടത്തിയത്? ആൻഡ് ഹെവി ഐസോട്ടോപ്പ് വെച്ചാണ് നടത്തിയതും. ആൻഡ് ഓർഗാനിസം ഈക്വലൈ. ഇനി അവര് ട്രാൻസ്ഫർ ചെയ്തു ഏതിലേക്ക്? ഈ കുറെ കാലം N15 മീഡിയം കൊടുത്ത് വളർത്തിയ ഹെവി DNA കണ്ടെയ്നിങ് ഈക്വലൈനെ അവർ ട്രാൻസ്ഫർ ചെയ്തു. എങ്ങോട്ടേക്ക്? നോർമൽ ആയിട്ടുള്ള 14H4Cl ട്രാൻസ്ഫർ ചെയ്തു. ആൻഡ് അവർ കുറെ റെപ്ലിക്കേഷൻ നടത്തുന്നതിനനുസരിച്ച് അവർ സാമ്പിൾ എടുത്തോണ്ടേയിരുന്നു, കളക്ട് ചെയ്തോണ്ടേയിരുന്നു അറ്റ് വേരിയസ് ഡെഫിനിറ്റ് ടൈം ഇന്റർവെൽസ് ആസ് ദി സെൽസ് മൾട്ടിപ്ലൈഡ്. ആൻഡ് ആ ടൈം ഇന്റർവെൽ വെച്ച് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നതിനനുസരിച്ച് അവർ DNA എക്സ്ട്രാക്ട് ചെയ്ത് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചു. ആൻഡ് ദ വേരിയസ് സാമ്പിൾസ് വെർ സെപ്പറേറ്റഡ് independently on cesium chloride gradients to measure the densities of DNA. ഡെൻസിറ്റി മെഷർ ചെയ്യുന്ന എന്തിനാണ്? എന്നാലേ കണ്ടുപിടിക്കാൻ പറ്റൂ നമ്മുടെ ഉണ്ടായി വരുന്ന DNA ഹെവി ഐസോട്ടോപ്പ് ആണോ അതോ N14 ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആൻഡ് റിസൾട്ട് എടുത്ത് നോക്കിയപ്പോ അവർ കണ്ടത് എന്താ? ആദ്യം N15 റെഡ് സ്റ്റാൻഡ് എന്ന് വെച്ചാൽ N15 കണ്ടെയ്നിങ് DNA ആണ്. ആൻഡ് 20 മിനിറ്റ്സ് കഴിയുമ്പോൾ, അതായത് റെപ്ലിക്കേഷന്റെ ടൈം കഴിയുമ്പോൾ, അവർ അടുത്ത സെൽ ഡിവിഷന്റെ ടൈം കഴിയുമ്പോൾ അവർ അടുത്ത സാമ്പിൾ എടുത്തു. ആ സാമ്പിൾ എന്ത് കണ്ടു? നമുക്കറിയാം അടുത്ത സാമ്പിൾ അവർ വളർത്തിയത് N14 കണ്ടെയ്നിങ് DNA ആയിട്ടുള്ള സാമ്പിളിലായിരുന്നു. ആൻഡ് അവരെന്ത് കണ്ടു? ഒന്നിന്റെ പേരന്റൽ സ്ട്രാൻഡായ N15ഉം പക്ഷെ മറ്റേ സ്ട്രാൻഡ് N14 കണ്ടെയ്നിങ് DNA ആയിരുന്നു. ആൻഡ് ഒരു സെൻട്രിഫ്യൂഗ് ചെയ്ത ഇതാണ് ഇൻഫറൻസ്, ഈ താഴെ വരച്ചു വെച്ചിരിക്കുന്നത്. അതായത് N15 ഹെവി ആയതുകൊണ്ട് ഏറ്റവും താഴെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അടുത്തുണ്ടായ സ്ട്രാൻഡ് സാമ്പിൾ കളക്ട് ചെയ്തപ്പോ എങ്ങനെയാ? പകുതി 14ഉം പകുതി 15ഉം ആയതുകൊണ്ട് അവര് മീഡിയം ലെവലില് വന്ന് കണ്ടു. അപ്പൊ അതിനെന്ത് വിളിച്ചു? ഹൈബ്രിഡ് എന്ന് വിളിച്ചു. ആൻഡ് അഗെയിൻ ഒരു ജനറേഷനും കൂടി റെപ്ലിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ ടൈം കൊടുത്തപ്പോ നമ്മൾ എന്ത് കണ്ടു? ഈ ഒരു N14ഉം N15ഉം ഉണ്ടായിരുന്ന സ്ട്രാൻഡ് രണ്ടാവുമ്പോ ഒന്നില് N15ഉം ഒന്നില് N14ഉം മാത്രമാവും. ആൻഡ് ഫൈനലി 4 സ്റ്റാൻഡ് കിട്ടി. ഈ 4 സ്റ്റാൻഡ് നമ്മൾ കൂടുതൽ എങ്ങനെയാ കണ്ടത്? 14, 15, 14, 14 ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചപ്പോ നമ്മൾ സെൻട്രിഫ്യൂഗ് ചെയ്തപ്പോ അതിന്റെ റിസൾട്ട് എന്ത് കിട്ടി? ചിലത് N14 മാത്രം കണ്ടെയ്നിങ് നൈട്രജൻ സ്റ്റാൻഡ് ഉള്ള നൈട്രജൻ ബേസിസ് കണ്ടെയ്നിങ് DNAയും ചിലത് ഹൈബ്രിഡ്സ് ആയിട്ടും കണ്ടു. ആൻഡ് thus the DNA that was extracted from the culture one generation after the transfer from N15 to N14 മീഡിയം, അതായത് 20 മിനിറ്റ്. ഈ കൊളൈന്റെ ഡിവിഷൻ സമയത്ത് 20 മിനിറ്റ്. അപ്പോ അത് നമുക്ക് ഹൈബ്രിഡ് ആയിട്ട് കിട്ടി. ഏതാ? സെക്കൻഡ് ആദ്യത്തെ ഫസ്റ്റ് 20 മിനിറ്റ്സ് നമുക്ക് ഹൈബ്രിഡ് ആയിട്ട് കിട്ടി. ആൻഡ് അഗൈൻ ഒരു 40 മിനിറ്റ്സ്, രണ്ട് സ്റ്റാൻഡും 20 മിനിറ്റ്സ് ടൈം കൊടുത്ത് നോക്കിയപ്പോ നമുക്ക് ലൈറ്റും ഹൈബ്രിഡും ആയിട്ട് കിട്ടി. അപ്പൊ എന്ത് മനസ്സിലായി? നമുക്ക് മനസ്സിലായി ഒന്നില് പേരന്റൽ സ്റ്റാൻഡും അടുത്തതില് പുതിയ മീഡിയം കണ്ടെയ്നിങ് ആയിട്ടുള്ള DNA ആണ്. അല്ലാണ്ട് ഒരു കംപ്ലീറ്റ്ലി കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് കണ്ടില്ല, തീരെ കൺസർവേറ്റീവ് അല്ലാത്ത രീതിയിലും കണ്ടില്ല. നമുക്കൊരു സെമി കൺസർവേറ്റീവ് ആയിട്ടുള്ള മോഡ് ഓഫ് റെപ്ലിക്കേഷന്റെ രീതിയിലാണ് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ വഴി മെസൽസൺ ആൻഡ് സ്റ്റോൾ എക്സ്പെരിമെന്റ് കണ്ടുപിടിച്ചത്. ഇനി വെരി സിമിലർ എക്സ്പെരിമെന്റ്സ് ഇൻവോൾവിംഗ്, ഇപ്പൊ നമ്മൾ എന്താ ഉപയോഗിച്ചിരുന്നത്? ഹെവി ഐസോട്ടോപ്പ് ഓഫ് നൈട്രജൻ വെച്ച് അതിന് കണ്ടെയ്നിങ് മീഡിയം വെച്ചാണ് കണ്ടുപിടിച്ചത് ഈ മെസൽസൺ ആൻഡ് സ്റ്റോൾ എക്സ്പെരിമെന്റ്. പക്ഷെ റേഡിയോ ആക്റ്റീവ് തൈമിഡിൻ വെച്ചും നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ന്യൂലി സിന്തസൈസ്ഡ് DNA കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഈ റേഡിയോ ആക്റ്റീവ് തൈമിഡിൻ ഉപയോഗിച്ചുള്ള എക്സ്പെരിമെന്റ് ഏത് ഓർഗാനിസത്തിലാണ് നടത്തിയത്? ഫാബ ബീൻസ് അല്ലെങ്കിൽ വിഷിയ ഫാബ.
ഈ ഓർഗൻസത്തെ നടത്തി. ഇനി ആര് നടത്തി? ബൈ ടൈലർ ആൻഡ് കൊളീഗ്സ്. ഇനി ഏത് ഇയറിൽ നടത്തി? 1958 നടത്തി. അതും MCQ ക്വസ്റ്റ്യന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. റേഡിയോ ആക്റ്റീവ് തൈമൈഡിൽ നടത്തിയത് ഏതിലാണ് നടത്തിയത്, ആരാണ് നടത്തിയത്, ഏത് ഇയറിലാണ് നടത്തിയത് എന്ന്. ഈ എക്സ്പെരിമെന്റ്സ് ഫൈൻഡ് എന്ത് പ്രൂവ് ചെയ്തു? DNA ഇൻ ക്രോമസോംസ് എങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്? സെമി കൺസർവേറ്റീവ്ലി ആണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അതായത് സെമി കൺസർവേറ്റീവ് DNA റെപ്ലിക്കേഷന്റെ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ മെസൽസൺ ആൻഡ് സ്റ്റോളും എക്സ്പെരിമെന്റ് ചെയ്തു. ആൻഡ് ഫൈനലി ടൈലർ ആൻഡ് കൊളീഗ്സിന്റെ വിഷിയ ഫാബില് റേഡിയോ ആക്റ്റീവ് തൈമൈഡിൻ ഉപയോഗിച്ചിട്ട് എക്സ്പെരിമെന്റും ഹെൽപ്പ് ചെയ്തു. ഇനി നമ്മൾ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിലാണ് പഠിക്കാൻ പോകുന്നത്. അതിന്റെ മെഷീനറിയും എൻസൈംസും ആദ്യം പഠിക്കും. ആൻഡ് ഫൈനലി നമ്മൾ പ്രോസസ് കംപ്ലീറ്റ്ലി പഠിക്കും. നമുക്കറിയാം പ്രോകരിയോട്സിൽ ബേസിക് തൊട്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്കറിയാം യൂകരിയോട്ടും പ്രോകരിയോട്ടും ഡിവിഷൻ നടത്തിയപ്പോൾ പ്രോകരിയോട്ടിൽ ബേസിക്കലി ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്തത് കൊണ്ട് അതെന്താണ്, നമ്മുടെ DNA എവിടെയാണ് കാണാൻ പറ്റുക? പ്രോകരിയോട്ടില് സൈറ്റോപ്ലാസത്തിലാണ് കണ്ടത്. പക്ഷെ യൂകരിയോട്ടിൽ എങ്ങനെയാണ്? ന്യൂക്ലിയസിൽ ആണ് കണ്ടത്. അപ്പൊ നമ്മൾ അടുത്ത എന്ത് പഠിക്കണം? ഈ പ്രോകരിയോട്ടിലും യൂകരിയോട്ടിലും സൈറ്റ് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഡിഫറെന്റ് മോഡ് ഓഫ് DNA റെപ്ലിക്കേഷൻ കണ്ടുപിടിക്കണം ആൻഡ് പഠിക്കണം. അപ്പോ ആ പ്രോസസ് എങ്ങനെയാണ് പറയുന്നത്? നമുക്കറിയാം DNA റെപ്ലിക്കേഷൻ, DNA അഗൈൻ സർക്കിൾ ചെയ്ത് DNA തന്നെ ഉണ്ടാവുന്ന പ്രോസസ്സാണ് DNA റെപ്ലിക്കേഷൻ. അതിന്റെ എൻസൈം, മെയിൻ എൻസൈം ഏതാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെയിൻ എൻസൈം എന്താണ്? DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ്. അത് DNA ഡിപ്പെൻഡന്റ് എന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം DNAയുടെ ആദ്യത്തെ പേരന്റൽ DNAയുടെ ഒരു സ്ട്രാൻഡ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്ത് അവരുടെ ബേബി സ്റ്റാൻഡ് അല്ലെങ്കിൽ പുതിയ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതുകൊണ്ട്. ആൻഡ് ഈ എൻസൈംസ് എങ്ങനെയാ? ദേ ആർ ഹൈലി എഫിഷ്യന്റ് ആസ് ദേ ഹാവ് ടു കാറ്റലൈസ് എന്താണ്, ഒരു വെരി ലാർജ് നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സിനെ ചെറിയ സമയത്തിനുള്ളിൽ കാറ്റലൈസ് ചെയ്തുകൊണ്ട് ആ എൻസൈംസിന്റെ എഫിഷ്യൻസി എങ്ങനെയായിരിക്കും? ആദ്യം എൻസൈം DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ് ആണ് കണ്ടു. ആൻഡ് എൻസൈംസ് എങ്ങനെയെന്ന് കണ്ടു? ഹൈലി എഫിഷ്യന്റ് ആണ് കണ്ടു. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ കൊളയില് നമുക്കറിയാം എത്ര ബേസ് പേഴ്സ് ഉണ്ട്? 4.6 × 10⁶. ആൻഡ് ഇത്രയധികം ബേസ് പേഴ്സ് ഉണ്ട്. ആൻഡ് അവര് റെപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം വെറും 18 മിനിറ്റ്. അതായത് ആവറേജ് റേറ്റ് ഓഫ് പോളിമറൈസേഷൻ എത്രയാണ്? പെർ സെക്കൻഡിൽ അറൌണ്ട് 2000 ബേസ് പേഴ്സ് അവർക്ക് ഉണ്ടാക്കണം, എന്നാലേ പുതിയ റെപ്ലിക്കേഷൻ പ്രോഡക്ട്സ് ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്കറിയാം ഈ എൻസൈംസ് എഫിഷ്യന്റ് ആണ്, ഫാസ്റ്റ് ആണ്. പക്ഷെ അതിന്റെ കൂടെ എന്തും കൂടി വേണം? ദേ നീഡ് ടു ഹാവ് വെരി ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി. കാരണം ഏതെങ്കിലും രീതിയിൽ തെറ്റ് പറ്റിയാൽ ആ തെറ്റ് എന്തിന് റിസൾട്ട് ചെയ്യും? മ്യൂട്ടേഷനിൽ റിസൾട്ട് ചെയ്യും. ആൻഡ് വൈൽ ഡിസ്കസിങ് ക്രൈറ്റീരിയ ഫോർ സംതിങ് ടു ബി എ ജനറ്റിക് മെറ്റൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. വിച്ച് ഷുഡ് അലൗ ഓൺലി എന്ത് സ്ലോ ചേഞ്ചസ്, അല്ലെങ്കിൽ മ്യൂട്ടേഷന്റെ റേറ്റ് ഭയങ്കര കുറവായിരിക്കണം. അപ്പൊ ഈ മിസ്റ്റേക്സ് അലൗഡ് അല്ല. ആൻഡ് അതും കൂടാണ്ട് അടുത്ത പോയിന്റ് എന്താണ്? ഹൈലി എഫിഷ്യന്റ് ആണ് ആൻഡ് വെരി ലെസ് ചാൻസ് ഓഫ് മിസ്റ്റേക്സ്, അതായത് ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി. അതുകൂടാണ്ട് അടുത്ത പോയിന്റ് എന്താണ്? എനർജറ്റിക്കലി, അതായത് റെപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ എനർജറ്റിക്കലി നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ് ആണ്. അപ്പൊ നമുക്ക് അതിനുള്ള എനർജി വേണം. ഇനി ഈ എനർജി വരുന്നത് എവിടുന്നാണ്? ഡീഓക്സിറൈബോന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്. ഇവര് ഡുവൽ പർപ്പസ് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനർജി ആരെന്നാണ് കിട്ടുന്നത്? നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇൻ അഡീഷൻ ടു ആക്ടിങ് ആസ് സബ്സ്റ്റേറ്റ്സ്, അവരെന്തും കൂടി ചെയ്യും? ദേ പ്രൊവൈഡ് എനർജി ഫോർ പോളിമറൈസേഷൻ റിയാക്ഷൻ. അതായത് 2 ടെർമിനൽ ഫോസ്ഫേറ്റ്സ് ഉള്ളതുകൊണ്ട് ഈ ഡീഓക്സിറൈബോന്യൂക്ലിയോസൈഡ്, ഈ ന്യൂക്ലിയോസൈഡ് ഇമ്പോർട്ടന്റ് ആണ്, തെറ്റരുത്, ന്യൂക്ലിയോടൈഡ് എഴുതരുത്. ആൻഡ് അവർക്ക് 2 ടെർമിനൽ ഫോസ്ഫേറ്റ്സ് ഉള്ളതുകൊണ്ട് അവർക്ക് എന്താണ്? ഓൾമോസ്റ്റ് സെയിം ആസ് ATP ആണ്. ആൻഡ് ദേ ആർ ഹൈ എനർജി ഫോസ്ഫേറ്റ്സ്. അപ്പൊ എന്താണ്? അതിനുള്ള എനർജി പ്രൊവൈഡ് ചെയ്യാൻ ആർക്ക് പറ്റും? ഡീഓക്സിറൈബോന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്, 2 ടെർമിനൽ ഫോസ്ഫേറ്റ്. ഇനി നമുക്കറിയാം മെയിൻ എൻസൈം ആയിട്ടാണ് നമ്മൾ ഏതിനെ ഡിസ്കസ് ചെയ്തത്? DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ്. പക്ഷെ ഇത്രയും വലിയ പ്രോസസ് ആകുമ്പോൾ, ഇത്രയും എനർജറ്റിക്കലി എക്സ്പെൻസീവും ഹൈലി ആക്യുറേറ്റും എഫിഷ്യന്റും ആയിട്ടുള്ള പ്രോസസ്സിൽ ഒരൊറ്റ എൻസൈം കൊണ്ട് കാര്യം നടക്കില്ല. And we should also know that many additional enzymes
ഈ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർ ലോങ് DNA മോളിക്യൂൾസ് എങ്ങനെയാണ്, രണ്ട് സ്ട്രാൻഡ്സും DNA രണ്ട് സ്ട്രാൻഡ്സും നമുക്ക് കംപ്ലീറ്റ്ലി, അതായത് എൻറ്റയർ ലെങ്തിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇങ്ങനെ ഒരു ഹോൾ സ്ട്രാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഹോൾ സ്ട്രാൻഡിനെ ഒറ്റയടിക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഇത്രയും ഇതിന്റെ നടുക്ക് ഇത്രയോ ബേസ് പെയർസും ബോൺസും ഫോം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ബ്രേക്ക് ചെയ്ത് കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഹൈലി എനർജറ്റിക്കലി എക്സ്പെൻസീവ് ആവും. അത്രയും എനർജി എക്സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഇല്ല, സ്പെയർ ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ചെറിയൊരു പാർട്ട് മാത്രം, റെപ്ലിക്കേഷൻ എപ്പോഴും നടക്കുന്നത് ഒരു ചെറിയൊരു പാർട്ടിൽ മാത്രമാണ്. ആൻഡ് ഒരു സ്മോൾ ഓപ്പണിംഗിലാണ് ഏത് DNA ഹെലിക്സിൽ ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ടായി, അവിടെ മാത്രമേ റെപ്ലിക്കേഷൻ ഒക്കർ ചെയ്യുള്ളൂ. ആ റെപ്ലിക്കേഷൻ നടക്കുന്ന ഏരിയനെ നമ്മൾ വിളിച്ചു റെപ്ലിക്കേഷൻ ഫോർക്ക്. അപ്പൊ നമ്മുടെ അടുത്ത പോയിന്റ്, റെപ്ലിക്കേഷന്റെ അടുത്ത പോയിന്റ്, ഹോൾ ലെങ്തിൽ നടക്കില്ല, റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയുന്ന ഓപ്പണിംഗിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ഇനി അടുത്ത പോയിന്റ് എന്താ വെച്ചാൽ, ഈ എൻസൈംസ് DNA ഡിപെൻഡന്റ് DNA പോളിമറൈസിന്റെ പ്രത്യേകത, അവർക്ക് പോളിമറൈസേഷൻ ഒരൊറ്റ ഡിറക്ഷനിൽ മാത്രമേ നടത്താൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് 5' to 3' ഡിറക്ഷനിൽ. അപ്പോ ഈ ഒരൊറ്റ ഡിറക്ഷനിൽ നടത്താൻ പറ്റില്ല. അത് അടുത്ത പോയിന്റ്. സിന്തസിസ് occurs in സിന്തസിസ് യൂണിഡിറക്ഷണൽ ആണ്. അതെങ്ങനെ, 5' to 3'. പക്ഷെ യൂണി ഡിറക്ഷണൽ ആയതുകൊണ്ട് അതിന് കുറച്ച് അഡീഷണൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ആ പ്രോസസ്സിനെ കുറച്ച് അഡീഷണൽ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെങ്ങനെ, കോൺസിക്വന്റ്ലി ഒരു സ്ട്രാൻഡിൽ, അതായത് ഒരു ടെംപ്ലേറ്റിനെ നമ്മൾ എടുത്തു, ആൻഡ് ആ ടെംപ്ലേറ്റിന് ഏത് പൊളാരിറ്റിയാണ്, 3' to 5' പൊളാരിറ്റി ഉള്ള സാധനത്തിനാണ് നമ്മൾ ടെംപ്ലേറ്റ് ആയിട്ട് എടുക്കുന്നത്. ആൻഡ് ദ റെപ്ലിക്കേഷൻ ആ ടെംപ്ലേറ്റിൽ 3' to 5' റെപ്ലിക്കേഷൻ എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷെ ടെംപ്ലേറ്റ് വിത്ത് പൊളാരിറ്റി 5' to 3' അത് ഡിസ്കണ്ടിന്യൂസ് ആയി. ആൻഡ് ഈ ഡിസ്കണ്ടിന്യൂസ്ലി സിന്തസൈസ്ഡ് ഫ്രാഗ്മെന്റ്സ് എങ്ങനെയാണ്, ഫൈനലി നമുക്കറിയാം ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് പുതിയ ഫ്രാഗ്മെന്റ് ഉണ്ടായാൽ അതിനെ നമുക്ക് ആസ് സച്ച് നമുക്ക് പുതിയ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് അനൗൺസ് ചെയ്യാൻ പറ്റില്ല. അതിനെ ലേറ്റർ ജോയിൻ ചെയ്യണം ഈ മുറിഞ്ഞെടുത്ത്. അതിന് വരുന്ന സഹായിക്കുന്ന എൻസൈമാണ് DNA ലൈഗേസ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത പോയിന്റ്, ഇങ്ങനെ രണ്ട് സ്ട്രാൻഡ് ഉണ്ട്, ആൻഡ് നമുക്ക് റെപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ നമ്മളൊരു ചെറിയൊരു ഏരിയ എടുത്തു, ചെറിയൊരു ഓപ്പണിംഗ്. അതായത് ഈ ഓപ്പണിംഗിൽ നമ്മൾ സ്ട്രാൻഡിനെ എന്ത് ചെയ്തു, സെപ്പറേറ്റ് ചെയ്തു. ആൻഡ് ബാക്കിയുള്ളത് അങ്ങനെ തന്നെ ഉണ്ട്. ഈ ഓപ്പണിംഗിൽ മാത്രമേ സ്ട്രാൻഡ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് നമുക്കറിയാം ഒരു ടെംപ്ലേറ്റിന്റെ ഡിറക്ഷൻ 3' to 5' ആണെങ്കിൽ അടുത്തതിന്റെ ഡിറക്ഷൻ എന്തായിരിക്കും, 5' to 3'. ആൻഡ് നമ്മുടെ DNA ഡിപെൻഡന്റ് DNA പോളിമറൈസ് സിന്തസൈസ് ചെയ്യുന്നത് ഏത് ഡിറക്ഷനാണ്, 5' to 3' ആയിരിക്കും. അപ്പൊ 3' to 5' ഉള്ള സ്റ്റാൻഡിൽ നമുക്ക് ഈസിലി കോംപ്ലിമെന്റാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ 5' to 3' ആയിട്ട് നമുക്ക് പുതിയ DNA ഉണ്ടാക്കാം. പക്ഷെ ഇതേ സമയം ഓപ്പോസിറ്റ് സ്റ്റാൻഡ് ഹൂസ് ടെംപ്ലേറ്റിന്റെ ഡിറക്ഷൻ 5' to 3' ആകുമ്പോൾ നമുക്ക് എന്ത് പറ്റും, അവിടെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് സ്റ്റാൻഡ്സ് ഉണ്ടാക്കുക. ആൻഡ് ഫൈനലി DNA ലൈഗേസ് വെച്ച് അത് ലൈഗേറ്റ് ചെയ്ത് ആ ഡിസ്കണ്ടിന്യൂറ്റി ഇല്ലാണ്ടാക്കും. ഇനി അടുത്ത പോയിന്റ്, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് അഡീഷണൽ എൻസൈമായ DNA ലൈഗേസിന്റെ ഇമ്പോർട്ടൻസ് കണ്ടു. DNA ലൈഗേസും കൂടി ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ അടുത്ത പോയിന്റ് കാണാൻ പോകുന്നത്, ഒരു DNA റെപ്ലിക്കേറ്റ് ചെയ്യണം, DNA പോളിമറൈസസ് ആക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഇനീസിയേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പിനെ നടത്താൻ ഈ DNA പോളിമറൈസസിനെ കൊണ്ട് പറ്റില്ല. ആൻഡ് ദ റെപ്ലിക്കേഷൻ ജസ്റ്റ് റാൻഡംലി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇനീഷ്യേറ്റ് ചെയ്യാനും പറ്റില്ല. ഒരു ഡെഫിനറ്റ് റീജിയൻ ഉണ്ട് വേർ റെപ്ലിക്കേഷൻ ഒറിജിനേറ്റ്. ആ റീജിയൻസിന്റെ പേരാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. അങ്ങനെയുള്ള ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനിൽ മാത്രമേ എന്ത് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, റെപ്ലിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അടുത്ത പോയിന്റ്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വേർ ഇനീഷ്യേഷൻ ഓഫ് റെപ്ലിക്കേഷൻ ബിഗിൻസ്. ആൻഡ് ഈ പോയിന്റും കൂടി ഇമ്പോർട്ടന്റ് ആണ്. ഏത്, the DNA polymerases on their own cannot initiate the process of replication. അപ്പൊ നമ്മൾ DNA ഡിപെൻഡന്റ് DNA പോളിമറേസ് വന്ന് നമ്മുടെ സ്ട്രാൻഡിൽ എന്ത് ചെയ്യാൻ തുടങ്ങും, ഇൻസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ കണ്ടാലേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഇങ്ങനെ ഇൻസ്പെക്ട് ചെയ്യണമെങ്കിൽ, അതായത് റിക്വയർമെന്റ് ഓഫ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, അപ്പൊ എന്ത് വേണം,
It is because of the requirement of origin of replication that a piece of DNA, if needed to be propagated during recombinant DNA procedures, അവർക്ക് വെക്ടർ വേണം. ഈ വെക്ടർ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഈ വെക്ടർ പ്രൊവൈഡ് ദി ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. അതായത് ബയോടെക്നോളജിയിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ എൻവയൺമെന്റിൽ DNA റെപ്ലിക്കേഷൻ നടത്തുമ്പോൾ നമുക്ക് എന്തും കൂടി ഇട്ട് കൊടുക്കണം? വെക്ടർ എന്ന് പറയുന്ന സാധനം കൂടി ഇട്ട് കൊടുക്കണം. എന്തുകൊണ്ട്? കാരണം ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടെങ്കിലേ നമ്മുടെ എൻസൈംസിന് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഫർദർ, നോട്ട് എവറി ഡീറ്റെയിൽ ഓഫ് റെപ്ലിക്കേഷൻ ഇസ് അണ്ടർസ്റ്റുഡ് വെൽ. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, യൂക്കറിയോട്സിൽ നമുക്കറിയാം റെപ്ലിക്കേഷൻ ഏത് ഫേസിലാണ് നടക്കുന്നത്? എസ് ഫേസ് ഓഫ് സെൽ സൈക്കിളാണ് നടക്കുന്നത്. ആൻഡ് ദ റെപ്ലിക്കേഷൻ ഓഫ് DNA ആൻഡ് സെൽ ഡിവിഷൻ സൈക്കിൾ ഹൈലി കോർഡിനേറ്റഡ് ആയിരിക്കണം. അതെന്തുകൊണ്ടാ പറയുന്നത്? അതായത് DNA റെപ്ലിക്കേഷൻ നടന്നു, DNA ഡബിൾ ആയി, ആൻഡ് DNA ഡബിൾ ആയി, ജനറ്റിക് മെറ്റീരിയൽ ഓൾറെഡി ഡബിൾ ആയി, പക്ഷെ സെൽ ഡിവിഷൻ നടക്കുന്നില്ല എങ്കിൽ പോളിപ്ലോയിഡിൽ റിസൾട്ട് ചെയ്യും. കാരണം എന്താ? മോർ ദൻ 1 DNA ഉണ്ട്, അല്ലെങ്കിൽ മോർ ദൻ 1 ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, പക്ഷെ സെൽ ഡിവിഷൻ നടന്നില്ല. അപ്പോൾ സെല്ല് സെയിം തന്നെയാണ്. ഒരേ സെല്ല് ചുമ്മാ വെറുതെ ഇരുന്നുകൊണ്ട് DNA റെപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരുന്നാൽ പോളിപ്ലോയിഡ്. ആ പോളിപ്ലോയിഡിനെ നമ്മളൊരു ക്രോമസോമൽ അനോമലി ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇത്രയും കൊണ്ട് DNA റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. ഇതിലെ മെയിൻ പോയിന്റ്സ്, ഫസ്റ്റ് എന്താണ്? ഏത് എൻസൈം വെച്ചാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്? ഏത് എൻസൈമാണ്? അതിലെ മെയിൻ എൻസൈം. ഒരൊറ്റ എൻസൈം കൊണ്ട് ഇത്രയും എനർജറ്റിക്കലി എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊസീജിയർ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഒരൊറ്റ എൻസൈം അല്ല, അതിലെ മെയിൻ എൻസൈം എന്ന് പറയുന്നത് DNA ഡിപെൻഡന്റ് DNA പോളിമറേസ് ആണ്. ആൻഡ് ഈ എൻസൈമിന്റെ പ്രത്യേകത എന്തൊക്കെ കണ്ടു? ഹൈലി എഫിഷ്യന്റ് ആണ്, ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി ഉണ്ട്, ആൻഡ് ഹൈലി എനർജി റിക്വയറിംഗ് പ്രോസസ് ആയതുകൊണ്ട് എന്തുണ്ട്? നമ്മുടെ എനർജി കൊടുക്കുന്ന ഒരു സോഴ്സ് ഓഫ് എനർജി വേണം. ആ സോഴ്സ് ഓഫ് എനർജി ആരാ? നമ്മുടെ 2 ടെർമിനൽ ഫോസ്ഫേറ്റ്സ് ഉള്ള ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റിൽ നിന്നാണ് ഈ എനർജി, ഈ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള എനർജി കിട്ടുന്നത്. ആൻഡ് നമുക്കറിയാം, ദ ഹോൾ ഫുൾ കംപ്ലീറ്റ് സ്ട്രാൻഡ് ഡിവൈഡ് ചെയ്ത് റെപ്ലിക്കേഷൻ നടക്കാൻ ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. കാരണം ഇത്രയും ബേസ് പെയർ ബ്രേക്ക് ചെയ്ത് ബോണ്ട് ബ്രേക്കേജ് ഉണ്ടാക്കണം. അതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ട് അത്രയും ഓപ്പണിംഗിൽ മാത്രമേ DNA റെപ്ലിക്കേഷൻ നടത്തുള്ളൂ. അതിന് പറയുന്നതാണ് റെപ്ലിക്കേഷൻ ഫോക്ക്. ആ ചെറിയ ഓപ്പണിംഗിന്റെ ഏരിയനെ റെപ്ലിക്കേഷൻ ഫോക്ക് എന്ന് വിളിച്ചു. ആൻഡ് സിന്തസിസ് ബൈ ഈ എൻസൈം, നമ്മുടെ DNA ഡിപെൻഡന്റ് DNA പോളിമറേസിന്റെ എൻസൈമിന്റെ സിന്തസിസിന്റെ ഡിറക്ഷൻ നമ്മൾ നോക്കിയപ്പോൾ എന്ത് കണ്ടു? 5' to 3' മാത്രമേ പറ്റുള്ളൂ. അപ്പോ നമ്മുടെ എൻസൈം ഈ അറ്റത്ത് വന്നിന്ന് ഇങ്ങനെ പോവാണ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ. അപ്പൊ ഇങ്ങോട്ട് പോകുമ്പോൾ 5' to 3' ഇവരുടെ റെപ്ലിക്കേഷൻ നടക്കുക. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള റെപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ഈ സൈഡിലെ സ്റ്റാൻഡിൽ, അതായത് 3' to 5' പൊളാരിറ്റിയിലെ സ്റ്റാൻഡിൽ ഇങ്ങനെയാണ് റെപ്ലിക്കേഷൻ നടത്തുന്നത്. കാരണം എന്താ? നമുക്കറിയാം 5' to 3' ഒരൊറ്റ സിംഗിൾ ഡിറക്ഷനിലെ ഇതിന്റെ റെപ്ലിക്കേഷൻ നടത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഡിറക്ഷൻ, അതായത് ഇവര് ട്രാവേഴ്സ് ചെയ്യുന്ന ഡിറക്ഷനിൽ, അതായത് ഈ എൻസൈം ട്രാവേഴ്സ് ചെയ്യുന്ന ഡിറക്ഷനിൽ ഒരു കണ്ടിന്യൂസ് സ്ട്രാൻഡും ഉണ്ടാവും. പക്ഷെ ഇതിന്റെ ഓപ്പോസിറ്റിൽ നടക്കുന്ന ഡിറക്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആവും. ആൻഡ് ഈ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രാൻഡിനെ ഫൈനലി ജോയിൻ ചെയ്ത് കൂട്ടിമുട്ടിക്കാൻ ആര് വരും? നമ്മുടെ DNA ലൈഗേസ് വന്ന് ഹെൽപ്പ് ചെയ്യും. ആൻഡ് നമ്മുടെ DNA ഡിപെൻഡന്റ് DNA പോളിമറേസിന് എന്തിനുള്ള കഴിവില്ല? തന്നെ സ്വന്തമായി ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള കഴിവില്ല. ആൻഡ് അതിനൊരു സ്പെസിഫിക് റീജിയൻ വേണം. ആ സ്പെസിഫിക് റീജിയനെ നമ്മൾ എന്ത് വിളിച്ചു? ORI എന്ന് വിളിച്ചു. അതായത് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് വിളിച്ചു. ഇനി യൂകരിയോട്ടും പ്രോകരിയോട്ടും തമ്മിലെ മെയിൻ ഡിഫറൻസ് നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? അവരുടെ പ്രോകരിയോട്സിലെ ORI ഒരൊറ്റ എണ്ണേ ഉണ്ടാവുള്ളൂ. പക്ഷെ യൂകരിയോട്സിൽ മൾട്ടിപ്പിൾ ORI, അതായത് മെനി ORI ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ കാണാൻ പറ്റും. ഇനി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു ഡുവൽ പർപ്പസ്. ഏതിന്റെ? ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റിന്. ആ ഡുവൽ പർപ്പസ് ഞാൻ പറയാൻ മറന്നുപോയി. എന്തൊക്കെയാണ് ഡുവൽ പർപ്പസ്? ഒന്ന്, സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഏതിന്റെ? ഈ DNA റെപ്ലിക്കേഷന്റെ നമുക്കറിയാം പുതിയൊരു സ്ട്രാൻഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് എൻവയൺമെന്റ് ഒരു സോഴ്സ് ഇല്ലാതെ നമുക്ക് പുതിയൊരു സ്ട്രാൻഡ് ഉണ്ടാക്കാൻ പറ്റില്ല. ഈവൻ ദോ കോംപ്ലിമെന്റാരിറ്റി റൂൾ വെച്ചാണ് കോംപ്ലിമെന്ററി സ്ട്രാൻഡ് ഉണ്ടാക്കുന്നെങ്കിലും ഒരു സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതിന് പുതിയ നൈട്രജൻ ബേസ് ആഡ് ചെയ്തിട്ടോ ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്തിട്ടോ പുതിയ ചെയിൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് സബ്സ്ട്രേറ്റ് ആയിട്ട് ആര് വരുന്നു? ഡിയോക്സിറൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്. അതും കൂടാണ്ട് എനർജിയും ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്?
ഡിയോക്സിറൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്. അപ്പൊ ഇത്രയും വന്നപ്പോ എന്ത് കഴിഞ്ഞു? നമ്മുടെ പ്രോസസ് ഓഫ് DNA റെപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കുന്ന മെയിൻ ടോപ്പിക് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷൻ അത്യാവശ്യം ഇമ്പോർട്ടന്റും മോസ്റ്റ്ലി ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ആൻഡ് ഒടുക്കത്തെ ഇമ്പോർട്ടന്റും ആണ്. ആൻഡ് അത് കഴിഞ്ഞ് ട്രാൻസ്ക്രിപ്ഷൻ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ യൂകരിയോട്ടിലും പ്രോകരിയോട്ടിലും ട്രാൻസ്ക്രിപ്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് വേറെ വേറെ രീതിയിൽ കാണും. ആൻഡ് അത് കഴിഞ്ഞ് നമുക്ക് ജനറ്റിക് കോഡിങ് എങ്ങനെയാണ് നടക്കുന്നത് അതിന്റെ ചില ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഡിസ്കസ് ചെയ്ത്, മ്യൂട്ടേഷന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സും ഡിസ്കസ് ചെയ്ത്, ട്രാൻസ്ലേഷൻ അതായത് പ്രോട്ടീൻ സിന്തസിസും കൂടി ഡിസ്കസ് ചെയ്ത്, ഫൈനലി റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ. റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷനും ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആയിട്ടുള്ള പോർഷൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അതും കൂടി ഡിസ്കസ് ചെയ്താൽ NCERT ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്ത് നമ്മുടെ ചാപ്റ്റർ തീരും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചു? DNA റെപ്ലിക്കേഷനും പഠിച്ചു. അതിന് മുമ്പ് ജനറ്റിക് മെറ്റീരിയൽ DNA ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത കുറച്ച് മെസൽസൺ ആൻഡ് സ്റ്റോറിന്റെ എക്സ്പെരിമെന്റും ഹെർഷി ആൻഡ് ചേസിന്റെ അൺഇക്വിവോക്കൽ പ്രൂഫ് ദാറ്റ് DNA ഇസ് എ ജനറ്റിക് മെറ്റീരിയലും നമ്മൾ കണ്ടു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.